നമസ്കാരം. ഇന്ന് മുതൽ സാറ് ഭഗവത്ഗീതയുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരണത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അർജുനൻ ഒന്നാം അധ്യായമായ അർജുന വിഷാദ യോഗത്തിൽ എന്തുകൊണ്ട് ഈ യുദ്ധത്തിന് തയ്യാറായി വന്ന അദ്ദേഹം തളർന്നിരുന്നു പോയി എന്നുള്ളതിൻ്റെ കാരണങ്ങളും, ഭഗവത്ഗീത ശ്രീകൃഷ്ണൻ ആ സമയത്ത് മാത്രം അർജുനന് മാത്രം ഉപദേശിക്കാനുണ്ടായ കാരണങ്ങളും മറ്റുമാണ് വിവരിക്കുന്നത്. പ്രധാനപ്പെട്ട അധ്യായമായ 2-ാം അധ്യായം മുതലാണ് സാറ് ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ കൊടുക്കുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്ക് അറിവിലേക്ക് വേണ്ടി ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ പകർത്തേണ്ട നിർദ്ദേശങ്ങളായ ഭഗവാന്റെ ഉപദേശങ്ങൾ 2-ാം അധ്യായം മുതലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് 2-ാം അധ്യായം മുതൽ സാറ് ഡീറ്റെയിൽസ് ആയിട്ട് വിവരിക്കുകയാണ്. ഏത് കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാൻ പാകത്തിന് തന്നെ വളരെ വിസ്തരിച്ചാണ് സാറ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ ഈ ജ്ഞാനയോഗം വിവരിച്ചു കൊടുത്തത് എപ്പോഴാണെന്നറിയാമോ? അറിവ് നേടാൻ യോഗ്യത എത്തുന്ന സമയത്തെ അറിവ് കൊടുക്കാവൂ. വിശപ്പ് ഉള്ള സമയത്തെ ഭക്ഷണം കൊടുക്കാവൂ. ദാഹമുള്ള സമയത്തെ കുടിക്കാൻ വെള്ളം കൊടുക്കാവൂ. അറിവ് സ്വീകരിക്കാനുള്ള മെൻ്റൽ സ്റ്റേച്ചർ എത്തുന്നത് ചിലപ്പോൾ ഭയങ്കര ദുഃഖത്തിൽ, ഭയങ്കര ടെൻഷനിൽ, ഭയങ്കര കൺഫ്യൂഷനിൽ, ഭയങ്കര രീതിയിലുള്ള കോൺട്രഡിക്ഷൻ വരുമ്പോഴാണ് ആ അറിവ് നേടണമെന്ന് ചിലർക്ക് തോന്നുക. അല്ലെങ്കിൽ 40 കൊല്ലമായിട്ട് കൃഷ്ണനും അർജുനനും ഒരുമിച്ചുണ്ടായിരുന്നതാ. അവിടെ വെച്ചൊന്നും ഭഗവത്ഗീത പറഞ്ഞു കൊടുത്തില്ല, ഒന്നും പറഞ്ഞു കൊടുത്തില്ല. ക്രൈസിസ് വന്ന് അർജുനൻ തളർന്ന് എനിക്ക് വിജയം വേണ്ട, ഒന്നും വേണ്ട എന്ന് അർജുനൻ പറഞ്ഞു. എന്താ കാരണം? യുദ്ധം ചെയ്യാൻ ഭയപ്പെട്ടിട്ടാണോ? അല്ല, അർജുനൻ ധാരാളം യുദ്ധം ചെയ്തിട്ടുണ്ട്. എന്താ അർജുനൻ തളരാൻ കാരണം? യുദ്ധത്തിന് പോകുന്ന പോക്കിൽ ധൃതരാഷ്ട്രര് ഒരു കത്ത് കൊടുത്തു അർജുനന്. ധൃതരാഷ്ട്രര് ഒരു കത്ത് അർജുനൻ്റെ കയ്യിലെത്തിച്ചു. എന്തായിരുന്നു? നിൻ്റെ കൈകൾ കൊണ്ട് എൻ്റെ മക്കൾക്ക് മരണമുണ്ടാവരുത്. നിന്നെ മടിയിലിരുത്തി താലോലിച്ച് വളർത്തിയ വലിയച്ഛൻ നിന്നോട് പറയുന്നു, മകനെ, നിൻ്റെ കൈകൊണ്ട് എൻ്റെ മക്കളുടെ മരണം ഉണ്ടാവരുത്. അപ്പോൾ യുദ്ധത്തിനിറങ്ങുന്നത് വരെ അദ്ദേഹത്തിന് യുദ്ധം എന്നൊരു തോന്നലേ ഉള്ളൂ. പക്ഷെ ഇറങ്ങിയ സമയത്താണ് വലിയച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓർമ്മ വന്നത്. അതായത്, എന്നെ വളർത്തി വലുതാക്കിയ ആചാര്യതുല്യനായ, പിതൃതുല്യനായ, ഗുരുതുല്യനായ, രാജാവാണപ്പോൾ അദ്ദേഹം, രാജാവായിട്ടുള്ള ധൃതരാഷ്ട്രര് പറഞ്ഞ വാക്കുകൾ ലംഘിച്ചാൽ ധർമ്മലംഘനമാവുമോ എന്നുള്ള പല കൺഫ്യൂഷനും. അപ്പോൾ യഥാർത്ഥത്തിൽ കൺഫ്യൂഷൻ, കോൺട്രഡിക്ഷൻ, കോൺഫ്ലിക്റ്റ്, 3 വാക്കുകൾ. ഈ കൺഫ്യൂഷനും കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റും വരുമ്പോഴാണ് നമ്മൾ ഈ ഉത്തരത്തിന് വേണ്ടി അന്വേഷിക്കുക. 2 തരത്തിലുള്ളത് അന്വേഷണമായി. ശരിക്കുള്ള ഉത്തരത്തിനുള്ള അന്വേഷണവും പലർക്കും അപ്പോഴാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആൻസറിനുള്ള അന്വേഷണം അപ്പോഴാണ് വരിക. അങ്ങനെ അന്വേഷിച്ച സമയത്താണ് തളർന്നു വീണ അർജുനൻ്റെ അടുത്ത് വളരെ വ്യക്തമായ ഭാഷയിൽ കൃഷ്ണൻ പറഞ്ഞത്. അതെന്താ അങ്ങനെ പറഞ്ഞത്? യുദ്ധമെല്ലാം കഴിഞ്ഞ് ഹസ്തിനപുരത്തിൽ കൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്ത് ധർമ്മപുത്രൻ ഒരു ചോദ്യം ചോദിച്ചു കൃഷ്ണൻ്റെ അടുത്ത്. കൃഷ്ണ, അർജുനനല്ല ഈ രാജ്യം ഭരിക്കുന്നത്, ഞാനാണ് ഈ രാജ്യം ഭരിക്കുന്നത്. പക്ഷേ നീ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് അർജുനനാണ്. അപ്പോൾ അർജുനനല്ല രാജ്യം ഭരിക്കുന്നത്, ഞാനാണ് രാജ്യം ഭരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുത്ത ഭഗവത്ഗീത എനിക്കും ഒന്ന് ഉപദേശിച്ച് തരണം. അത് പറഞ്ഞപ്പോൾ കൃഷ്ണൻ എന്താ മറുപടി പറഞ്ഞത്? ഭഗവത്ഗീത അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പറഞ്ഞു തരേണ്ടതല്ല. കാരണം ആ സമയത്തൊരു ക്രൈസിസ് ഉണ്ടായിരുന്നു. ആ ക്രൈസിസ് സമയത്ത് ക്രൈസിസിന് ചേർന്നത് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ഒരു ക്രൈസിസും ഇല്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ ഞാനിത് നിനക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കിത് മനസ്സിലാവില്ല. അതുകൊണ്ട്
നിനക്കിപ്പോൾ ആവശ്യം ഭഗവത്ഗീതയുടെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കലല്ല, ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കലാണ്. അപ്പോൾ ധർമ്മശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കണമെങ്കിൽ ശരശയ്യയിൽ ഭീഷ്മർ കിടക്കുന്നുണ്ട്, അവിടെ ചെന്ന് ധർമ്മശാസ്ത്രം എന്താണെന്ന് പഠിക്കാം. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ആർക്ക് എന്ത് എപ്പോൾ കൊടുക്കുമെങ്കിലും ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യത്തിന് അനുയോജ്യമായ രീതിയിൽ കൊടുത്താലേ കൊടുത്തവർ കൊടുത്തത് എടുക്കേണ്ടവരെടുക്കുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് ആദ്യം തന്നെ കൃഷ്ണൻ കർമ്മയോഗം അല്ല പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ജ്ഞാനയോഗമാണ്. എന്താ ജ്ഞാനയോഗം പറയാൻ കാരണം? നമ്മുടെ അൾട്രാ മോഡേൺ മാനേജ്മെൻറ്റ് ഒരു സന്ദേശം പറയാറുണ്ട്. എന്താ സന്ദേശം അറിയോ? ഏതൊരു വ്യക്തി ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തി അയാളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളതുപോലെ തന്നെ ഏതൊരു വ്യക്തി ഏതൊരു പ്രവൃത്തി ചെയ്തില്ലെങ്കിലും അയാളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാതിരിക്കുന്ന ഒരു മാനസികാവസ്ഥയും അയാളിലുണ്ട്. ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് നീളം കൂടിപ്പോയോ? അതായത് ഏതൊരു വ്യക്തി, ഹൂംസോ എവർ മേ ബി ദ പേഴ്സൺ, ഇഫ് ഹീ ഈസ് ഡൂയിങ് എ വർക്ക്, ദർ ഈസ് എ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് മേക്കിംഗ് ഹിം ഡൂയിങ് ദാറ്റ്. അയാളെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡുണ്ട്. ചില വ്യക്തികൾ ചില പ്രവൃത്തികൾ ചെയ്യില്ല, കാരണം അന്വേഷിച്ച് പോയാൽ മനസ്സിലാക്കാം അയാളെ കൊണ്ട് ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാത്ത ഒരു മെൻ്റൽ ആറ്റിറ്റ്യൂഡുണ്ട്. ആ മെൻ്റൽ ആറ്റിറ്റ്യൂഡ് മാറാതെ ഇയാൾ ഈ പ്രവൃത്തി ചെയ്യില്ല. അടുത്ത മനസ്സിലായ? നമ്മുടെ മക്കൾ ചിലപ്പോൾ പഠിക്കില്ല, പഠിക്കാതിരിക്കാനൊരു കാരണമുണ്ട്. ചിലപ്പോൾ എൻ്റെ അച്ഛൻ എന്നും പറയും ഏറ്റവും വിലക്കുറവ് മത്തങ്ങയാണ്, അപ്പോൾ മത്തങ്ങ മാത്രമേ കൊണ്ടുവരുള്ളൂ വീട്ടിലേക്ക്. അപ്പോൾ ഇതെന്താ കാരണം എന്ന് മനസ്സിലായില്ല. അച്ഛനോട് ചോദിച്ചു, അച്ഛൻ എന്താ ഈ മത്തങ്ങ മാത്രം കൊണ്ടുവരുന്നത്, ബാക്കിയുള്ളത് ഇതിനേക്കാളും ചീപ്പായിട്ടുള്ളതുണ്ടല്ലോ. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് 10 മത്തൻ തിന്നാൽ പിത്തം ചത്തുപോകും, 10 മത്തൻ തിന്നാൽ പിത്തം ചത്തുപോകും. അപ്പോൾ ഈ മത്തങ്ങ തിന്നാൽ നിൻ്റെ അസുഖമൊക്കെ പോകുന്നു. അത് ഈ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഈ മത്തങ്ങ മാത്രം കൊണ്ടുവരുന്നത്. അത് മാറ്റാൻ വലിയ പാടാ. അപ്പോൾ ചിലരുടെ മനസ്സിൽ ചില ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടായാൽ അതിനെ ഒന്ന് മാറ്റണം. അതുകൊണ്ടാണ് കൃഷ്ണൻ ജ്ഞാനയോഗം ആദ്യം എടുത്തത്. കാരണം അർജുനൻ്റെ മനസ്സിൽ കൺഫ്യൂഷനുണ്ട്, കോൺട്രഡിക്ഷനുണ്ട്, കോൺഫ്ലിക്റ്റിംഗ് ഉണ്ട്. ആ കോൺട്രഡിക്ഷനും കോൺഫ്ലിക്റ്റിങ്ങും ഉള്ളത് അബ്സൊല്യൂട്ട് ട്രൂത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള കൺഫ്യൂഷനുണ്ട്, വ്യാവഹാരിക റിലേറ്റീവ് ട്രൂത്തിനെ കുറിച്ചുള്ള കൺഫ്യൂഷനുണ്ട്, പരമമായ സത്യത്തെക്കുറിച്ചുള്ള കൺഫ്യൂഷനുണ്ട്, വ്യാവഹാരിക സത്യത്തെക്കുറിച്ചുള്ള കൺഫ്യൂഷനുണ്ട്. അതുകൊണ്ട് ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ 2 തരത്തിലുള്ള ജ്ഞാനം, 2 തരത്തിലുള്ള സത്യവും കൊടുക്കുന്നു. നമ്മൾ ഭഗവത്ഗീത നിങ്ങളുടെ കയ്യിൽ പുസ്തകം തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകത്തിലേക്ക്, സാഖ്യയോഗം ആരംഭിക്കുന്നത് 11-ാമത്തെ ശ്ലോകത്തിലാണ്. അത്ര വരെ കൃഷ്ണൻ അർജുനൻ പറഞ്ഞതെല്ലാം കേട്ടിരുന്നു. അത് കേട്ട് ഒരു വരി അങ്ങ് സന്ദേശമായിട്ട് പറയാൻ, ചിരിച്ചുകൊണ്ടാണ് കൃഷ്ണൻ പറയുന്നത്. വളരെ ഭംഗിയായിട്ടാണ് പറയും. അതായത് ഏതുപദേശം കൊടുക്കുന്ന വ്യക്തിയും ശ്രദ്ധിക്കാനുള്ളത്, ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദ പെനിട്രേഷൻ പവർ. ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, ഹയർ ഈസ് ദി പെനിട്രേഷൻ പവർ. നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു എന്ന് വിചാരിക്കും, നിങ്ങൾക്ക് ഭഗവത്ഗീതയുടെ പുസ്തകം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് തരുന്നുണ്ടാവും. അപ്പോൾ ലോവർ ദ ഇൻറ്റൻസിറ്റി ഓഫ് ദ വോയിസ്, അവിടെ തന്നെ ഇരുന്നോളൂ, കൊണ്ടുവരും, അവിടെ തന്നെ ഇരുന്നാൽ മതി, കൊണ്ടുവരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഏത് വ്യക്തിയോട് നമ്മൾ നോക്കിക്കോളൂ, നമ്മുടെ മക്കളോട് ഉപദേശിച്ചു എന്ന് വിചാരിക്കുക, 2 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ശബ്ദം താഴ്ത്തി പറയാം. 2, തേർഡ് പേഴ്സണായിട്ട് പറയാം. തേർഡ് പേഴ്സണായിട്ട് പറയാം. അർത്ഥം മനസ്സിലായല്ലോ? അതായത് ഞാൻ നിന്നോട് പറയുന്നു, നീ സത്യമേ പറയാവൂ. അതിന് പകരം എന്താ പറയുക? ഈ പണ്ഡിതന്മാരും ജ്ഞാനികളും പറയുന്നു, ജീവിതത്തിൽ സത്യമേ പറയാവൂ. അപ്പം ഞാനല്ല ഉത്തരവാദി, പണ്ഡിതർ പറയും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ മന്ത്രം ചൊല്ലിയില്ലേ,
ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാന്നിബോധത. ഉത്തിഷ്ഠത ഇതിലുള്ളതല്ല ഞാൻ പറയണത്. ഗ്ലോറിയസ്ലി സ്റ്റാൻഡപ്പ്. ഉത്തിഷ്ഠത ജാഗ്രത. ബി അവെയർ ദാറ്റ് യു ആർ നോട്ട് പെർമനൻ്റ് ഹിയർ. പ്രാപ്യവരാന്നിബോധത. എൻലൈറ്റൻ യുവർ സെൽഫ് ബൈ അക്വയറിങ് നോളജ് ഫ്രം ദ സ്കോളേഴ്സ്. എൻലൈറ്റൻ യുവർ. എന്നിട്ട് അതിൽ അടുത്ത വരി എന്താ? ക്ഷുരസ്യ ധാരാ നിശിതാതുരത്യയ ദുർഗം പതസ്തത് കവയോ വദന്തി. കവയോ വദന്തി. പണ്ഡിതന്മാർ പറയുന്നു ഈ പന്ഥാവ് അത്ര എളുപ്പമല്ല. അപ്പോൾ എഴുതിയ ആളല്ല പറഞ്ഞത്, തേർഡ് പേഴ്സൺ. ഭഗവത്ഗീതയിൽ 17 സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഇതെൻ്റെ അഭിപ്രായമാണെന്ന് പറയുന്നു. പല സ്ഥലത്തും ശ്രീകൃഷ്ണൻ ഇതാണ് പണ്ഡിതരുടെ അഭിപ്രായം എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ശ്രീകൃഷ്ണൻ പറഞ്ഞത് തന്നെ നോക്കാം. അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗതാസൂന അഗതാസുംശ്ച ന അനുശോചന്തി പണ്ഡിത. നല്ലൊരു വരി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇന്നു മുതൽക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുന്നൊരു വരിയാണ്. വേണ്ടാത്തതിനെക്കുറിച്ച്, ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ഹേ അർജുന നീ ദുഃഖിക്കുന്നു. അതേ സമയത്ത് വലിയ പണ്ഡിതനെ പോലെ നീ സംസാരിക്കുകയും ചെയ്യുന്നു. ഏതൊന്നിനെക്കുറിച്ചാണോ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തത് അതിനെക്കുറിച്ച് അശോച്യാൻ ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്ത, അന്വശോചസ്ത്വം അതിനെക്കുറിച്ച് ത്വം അനുശോചന്തി നീ ദുഃഖിക്കുന്നു. പ്രജ്ഞാവാദാംശ്ച ഭാഷസേ വലിയ പണ്ഡിതനെ പോലെ നീ തത്വശാസ്ത്രമൊക്കെയാണ് പറഞ്ഞത്. ഭഗവത്ഗീതയിലെ 1-ാം അധ്യായത്തിൽ എന്താ അർജുനൻ പറഞ്ഞത്? ഈ ഭീഷ്മ പിതാമഹന്മാരെയും ബന്ധുക്കളെയുമെല്ലാം കൊന്ന്, സാധാരണ ഹത്വാ സ്വജനമാഹവേ സ്വന്തം ബന്ധുക്കളെയും മിത്രങ്ങളെയുമൊക്കെ കൊന്ന് ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വരി ഓർമ്മയുണ്ടോ? വെട്ടിപ്പിടിച്ചതും കെട്ടിപ്പടുത്തതും പറ്റിച്ചെടുത്തതും തട്ടിപ്പറിച്ചതും തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോവില്ല എന്ന് അർജുനൻ കൃഷ്ണനോടാ പറഞ്ഞത്. അർജുനൻ കൃഷ്ണനോടാ പറഞ്ഞത്. പിന്നെ എന്തിനാ കൃഷ്ണ എന്നെ കൊണ്ട് ഈ യുദ്ധം ചെയ്യിപ്പിക്കുന്നത്? എന്തിനാ കൃഷ്ണ എനിക്ക് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം ചെയ്യിക്കുന്നത്? അതുകൊണ്ട് ഞാനിതൊന്നും ചെയ്യില്ല, എനിക്കിതൊന്നും വേണ്ട, എനിക്ക് വെട്ടിപ്പിടിക്കുകയും വേണ്ട കെട്ടിപ്പടുക്കുകയും വേണ്ട. അതൊരു ബുദ്ധിമാൻ പറയുന്ന രീതിയിൽ അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ക്ഷത്രിയൻ യുദ്ധത്തിന് തയ്യാറാകുന്ന സമയത്താണ് അയാൾക്ക് മെൻ്റൽ കൺഫ്യൂഷൻ, മെൻ്റൽ കോൺട്രഡിക്ഷൻ, മെൻ്റൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. നേരത്തെ വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യാൻ പറയാമായിരുന്നു. പക്ഷേ ആക്ഷൻ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട സമയത്താണ് അവിടെ ഈ കോൺട്രഡിക്ഷനൊക്കെ വരിക. അവിടെ ഒരു തരത്തിലും മാറ്റാൻ സാധ്യമല്ല. കാരണം 2 സൈന്യങ്ങളുടെ ഇടയ്ക്കാണ് നിൽക്കുന്നത്. ഇനി വ്യാവഹാരിക ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ നിനക്ക് സാധ്യമല്ല. കാരണം ആ ലെവലാണ് വന്ന് നിൽക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ നീ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഒരു വലിയ പണ്ഡിതനെ പോലെ നീ സംസാരിക്കുന്നു. പക്ഷേ പണ്ഡിതനെ പോലെ സംസാരിക്കേണ്ട സമയമല്ല ഇവിടെ പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പോൾ പ്രവർത്തിക്കേണ്ട സമയത്ത് തത്വശാസ്ത്രം പറയേണ്ട സമയമല്ല. അതാണ് അല്പം പ്രഹസന്നിവ ഭാരത ഒന്ന് കളിയാക്കിക്കൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്. സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കൃഷ്ണൻ അർജുനനോട് പറയുന്നു, നീ വളരെ ബുദ്ധിമാന്മാരെ പോലെ, തത്വശാസ്ത്രം അറിയാവുന്നവനെ പോലെ എനിക്ക് സുഖദുഃഖങ്ങളൊന്നും വേണ്ട. ഈ വർണ്ണസങ്കരം ഉണ്ടാവും, രാജ്യത്തിൽ പ്രശ്നം ഉണ്ടാവും, പ്രഗത്ഭരായ വ്യക്തികളെയെല്ലാം വധിച്ചു കഴിഞ്ഞാൽ ഭാവി ജനത പറയും ഞാൻ ഭീഷ്മരെ കൊന്ന ആളാണ്, ഞാൻ ഗുരുവായ ദ്രോണരെ കൊന്ന ആളാണ്. അങ്ങനെ ലോകം മുഴുവൻ എന്നെ അവഹേളിക്കും. അന്ന് എനിക്കിതിനൊന്നിനും മറുപടി പറയാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് ചെയ്തതോർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരും.
ഇന്ന് പറഞ്ഞതോർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരും. അങ്ങനെ എനിക്ക് തയ്യാറാവാൻ ഞാൻ സന്നദ്ധനല്ല. ഇന്നലെ ചെയ്തതോർത്ത് ഇന്ന് ദുഃഖിക്കേണ്ടി വരിക, ഇന്ന് ചെയ്തതോർത്ത് നാളെ ദുഃഖിക്കേണ്ടി വരിക എന്ന അവസ്ഥയ്ക്ക് ഞാൻ വിധേയമാവില്ല. ഇതെല്ലാം തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അർജുനൻ വിവരിച്ച് കരഞ്ഞ് വിയർത്ത് തളർന്ന് രഥത്തിലിരുന്നത്. അങ്ങനെ വിയർത്ത് അവനവൻ്റെ കർമ്മം ചെയ്യാതെ രഥത്തിലിരുന്ന അർജുനൻ ആ തളർച്ചയ്ക്ക് ന്യായീകരണം പറഞ്ഞത് ധർമ്മശാസ്ത്രപ്രകാരം ഗുരുവിനെ കൊല്ലാൻ പാടില്ല. എന്താ കാര്യം? ആചാര്യദേവോഭവ. ധർമ്മശാസ്ത്രപ്രകാരം പിതാമഹനെ കൊല്ലാൻ പാടില്ല. പിതൃദേവോഭവ. ധർമ്മശാസ്ത്രപ്രകാരം ബന്ധുക്കളെ കൊല്ലാൻ പാടില്ല. അങ്ങനെ കൊന്നാൽ അനവധി ജന്മം കുംഭീപാത നരകത്തിൽ കിടക്കേണ്ടി വരും എന്നെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട് കൃഷ്ണ. അതുകൊണ്ട് ഇപ്പോഴാണ് എനിക്ക് തിരിച്ചറിവുണ്ടായത്. എപ്പോ? എലക്ഷൻ കഴിഞ്ഞപ്പോൾ. അതായത് അതേപോലെ ഓരോന്നിനും 2Gയും 3Gയും എല്ലാം കൊടുത്ത് ഇത്രയും ലക്ഷം കോടിയുടെ പ്രശ്നമൊക്കെ വന്നപ്പോഴാണ് CBIയുടെയും അക്കൗണ്ടൻറ്റ് ജനറലുടെയൊക്കെ വന്നപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് അന്ന് അതൊക്കെ ചെയ്യണ്ടായിരുന്നു എന്ന്. അതുകൊണ്ട് ഭാവിയിൽ അങ്ങനെ തിരിച്ചറിവുണ്ടാവുമ്പോൾ കരയേണ്ടി വരാതിരിക്കാൻ എളുപ്പവഴി എന്താ? ഇപ്പം ഇതൊക്കെ ചെയ്യാണ്ടിരിക്കുക എന്ന ന്യായീകരണം അദ്ദേഹം കണ്ടെത്തിയപ്പോഴാണ് കൃഷ്ണൻ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റാണ്. ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തത് 2-ാമത്തെ അധ്യായത്തിലെ 2-3 ശ്ലോകങ്ങളിലാണ്. എന്തായിരുന്നു ആ ശ്ലോകം? കുതസ്ത്വാ കശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യമകീർത്തികരം അർജുന. അതായത് ഈ സമയത്ത് എവിടെ നിന്നാ അർജുന നിനക്ക് ഈ കശ്മലമായിട്ടുള്ള വിചാരം ഉണ്ടായത്? യുദ്ധത്തിന് വേണ്ടിയിട്ട് ഗദയും എല്ലാ സാധനവും പുറകിലൊക്കെ കരുതിയിട്ട് യുദ്ധക്ഷേത്രത്തിൽ വന്ന് ഇവിടെ വരുമ്പോൾ, അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കിയിട്ട് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നവും എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്ന് വ്രതമാണെന്ന്. അപ്പോഴാണ് ഓർത്തത് ഇന്ന് വ്രതമാണ്. അതേപോലെയാണ് ഇവിടെ സംഭവിച്ചു. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് യുദ്ധക്ഷേത്രത്തിൽ വന്നു, രഥത്തിലിരിക്കുന്നു, കയ്യിൽ അമ്പും വില്ലും ഉണ്ട്, ഗദയുണ്ട്, വാളുണ്ട്, സർവ്വതും കൊണ്ട് കുരുക്ഷേത്രത്തിൻ്റെ ഭൂമിയിൽ വന്ന് അർജുനൻ തന്നെ കൃഷ്ണനോട് പറഞ്ഞു, 2 സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേ അച്യുത. അച്യുത 2 സേനയ്ക്കും ഇടയ്ക്ക് ഈ രഥത്തെ സ്ഥാപിക്കും. അതും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ ആ ടൈം മനസ്സിലായില്ലേ? വെൻ ഡിഡ് ഹീ സേ, വാട്ട് ഡിഡ് ഹീ സേ എന്നുള്ളതൊരു പോയിൻ്റ്. വെൻ ഹീ സെഡ് ദിസ്, എപ്പോഴാണ് ഇത് പറഞ്ഞത്? കുരുക്ഷേത്ര ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പാണ് അർജുനൻ പറഞ്ഞിരുന്നതെങ്കിൽ ഒരു പുനർവിചിന്തനത്തിന് പിന്നെയും സമയമുണ്ട്. പക്ഷേ എല്ലാം റെഡിയാക്കി കഴിഞ്ഞ് എല്ലാവരും ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് സാമ്പാറിന് ഉപ്പിട്ടില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ചിലതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരുത്താൻ പറ്റില്ല. വൺസ് ഇറ്റ് ഹാസ് ബിക്കം എ പാസ്റ്റ് ടെൻസ്, സ്റ്റാൻഡിങ് ഇൻ ദ പ്രസൻറ്റ് യു കനോട്ട് കറക്റ്റ് ഇറ്റ്. വൺസ് ഇൻ ദ പ്രസൻറ്റ്, ഇൻ ദ ഫ്യൂച്ചർ സം ഓഫ് ദ തിങ്സ് യു കനോട്ട് കറക്റ്റ് ഇറ്റ്. അപ്പോൾ ആ പാസ്റ്റ് ടെൻസ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നുള്ളതിലൊന്ന് ആലോചിച്ച് നോക്കാം. ചില പാസ്റ്റുകൾ തിരുത്താൻ പറ്റില്ല. 1970 ഫെബ്രുവരി മാസം 18-ാം തീയതി ഒരാളെ വെടിവെക്കാൻ ഓർഡർ കൊടുത്തപ്പോൾ 35-ാമത്തെ വയസ്സിൽ പോലീസ് ഇൻസ്പെക്ടറായിരുന്ന സമയത്താണ്. ഇപ്പം ശിക്ഷ കിട്ടിയപ്പോൾ 75 വയസ്സായി, നടക്കാൻ വയ്യ. അന്നത്തേത് ഇന്ന് തിരുത്താൻ പറ്റില്ല. വൺസ് ഡൺ, ഡൺ ഫോർ എവർ. അപ്പോൾ കുരുക്ഷേത്ര ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫിലോസഫി ഇല്ല, ഒന്നുമില്ല. പിന്നെ അവിടെ എന്താ? അശോച്യാനന്വശോച, ദുഃഖിക്കേണ്ട ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ദുഃഖിച്ചാൽ അതൊരു പ്രായശ്ചിത്തമല്ല, പരിഹാരമല്ല, അതൊരു ആൾട്ടർനേറ്റീവല്ല. അതേപോലെ തന്നെ ആ ദുഃഖത്തെ, ഭയത്തെ അല്ലെങ്കിൽ നെർവസ്നെസ്സിനെ നമ്മൾ ഫിലോസഫി ഉപയോഗിച്ച് ന്യായീകരിക്കുന്നത് അതിനേക്കാളും അബദ്ധം. ഇപ്പോൾ അർജുനൻ എന്താ ചെയ്തത്? ഫിലോസഫി ഉപയോഗിച്ച് ന്യായീകരിക്കുക ചെയ്തത്. അതുകൊണ്ട് ആ കൃഷ്ണൻ കൂളായിട്ട് പറഞ്ഞത്, ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു, പണ്ഡിതന്മാരെ പോലെ നീ സംസാരിക്കുകയും ചെയ്യുന്നു.